ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ കുഞ്ഞു ചാനലാണ്. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. രാവിലെ ഞാൻ പുട്ടായിട്ട് ഉണ്ടാക്കിയത്. മിക്കവാറും പിള്ളേർ എൻ്റെ പുട്ട് കൂറ്റിയെടുത്ത് ദൂരെ കളയും. കാരണം അച്ഛൻ കൊണ്ടുവന്ന പഴങ്ങളൊക്കെ ബാക്കിയാണ്. അതുകൊണ്ട് പുട്ടാണ് മിക്ക ദിവസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല പുട്ട്. അതുകൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് അതിനകത്ത് കാന്താരി ചമ്മന്തി ഫില്ലിങ്സ് നിറച്ചിട്ട് ഒരു ഡിഷും കൂടെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റാട്ടോ. മുട്ട പുഴുങ്ങി ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് അതിനകത്ത് കാന്താരി മുളകും ചെറുള്ളിയും ഉപ്പും പുളിയും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ലിങ്സ് ആയിട്ട് നിറച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രസമാണ്. ബ്രൂവിൻ്റെ പാക്കറ്റുകൾ 1 രൂപയുടെ സാഷയായിട്ട് ഇങ്ങനെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ ബോട്ടിൽ വാങ്ങിച്ചില്ല. കാരണം കുട്ടികൾക്കായാലും ഒന്ന് കോഫി ഉണ്ടാക്കണമെങ്കിൽ ഒരു പാക്കറ്റ് ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഈസി ആയിട്ട് കോഫി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം. നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും താഴെ ഇരുന്ന് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. തലേദിവസം ചിക്കൻ വെച്ചതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശശിവേട്ടൻ പറഞ്ഞു, ഇന്ന് ഓണം സെലിബ്രേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ലോക സിനിമയ്ക്ക് പോയി. കല്യാണി പ്രിയദർശൻ അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് വീഡിയോസ് എടുക്കാൻ പരിമിതികളുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യാത്ര ചെയ്യാനായിട്ട്. തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോട്ടോസാണ് എടുത്തത്. ഞാൻ തിരിച്ച് വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കാളത്തോട് ഭാഗത്താണെന്ന് തോന്നുന്നു ഈ ഒരു വലിയ ഷോപ്പ്. 24 hours ഓപ്പൺ ആണ്. വലിയ ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പാണ്. എല്ലാതരം ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു കേട്ടോ.